ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പിനൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഇത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നഗറ്റ്സിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഇത് എടുക്കുന്നത്. കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നഗറ്റ്സിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ അല്ലെങ്കിൽ ഈ ഒരു മൊത്തം മിക്സ് ഒരു ട്രേയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ വെച്ചിട്ട് പരത്തി കൊടുത്ത ശേഷം കറക്റ്റായിട്ട് നഗറ്റ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി എടുത്തപ്പോൾ 22 നഗറ്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ആ ഒരു ടൈമിൽ നമുക്കിത് കോട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള മുട്ടയും ബ്രെഡ് ക്രംസും റെഡിയാക്കി വെക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ഇത് കോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ച ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ശേഷം നഗറ്റ്സ് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടെടുക്കാം. നഗറ്റ്സിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ നഗറ്റ്സും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 4-5 ദിവസമൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നേരത്തെ തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം കുക്ക് ചെയ്യാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുത്താൽ ഉള്ളിലൊന്നും വേവാണ്ടാവും കിട്ടുക. അപ്പോൾ നമുക്കിത് ഒരു ചെറിയ തീയിലിട്ടിട്ട് കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ നഗറ്റ്സും ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്.
അപ്പോൾ ചിക്കൻ നഗറ്റ്സ് ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്